മറ്റുള്ളവർ ഗുണദോഷിക്കുന്നത് പൊതുവെ ആർക്കും ഇഷ്ടമല്ല. അതിപ്പോൾ ഭർത്താവ് ഭാര്യയെ ഗുണദോഷിച്ചാലും, മാതാപിതാക്കൾ മക്കളെ ഗുണദോഷിച്ചാലും, അധ്യാപകർ വിദ്യാർത്ഥികളെ ഗുണദോഷിച്ചാലും ശരി, അധികം ആരും അത് അങ്ങോട്ടെടുക്കില്ല. ഇതിൻ്റെ പ്രധാന കാരണം ഒരുപക്ഷെ ഗുണദോഷിക്കുവാൻ മാത്രം കുറേ പേർ ജീവിക്കുന്നു എന്നതാകാം. എന്നാൽ ഗുണദോഷമില്ലാത്ത ജീവിതം എങ്ങനെയിരിക്കും എന്ന് നിങ്ങൾ ഒന്ന് ചിന്തിച്ചാട്ടെ. ജീവസന്ദേശത്തിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും വന്ദനം. ജ്ഞാനത്തിൻ്റെ ഉറവിടം ദൈവമാണെന്നും തന്നെ ഭയപ്പെടുന്നവരെ ജ്ഞാനത്താലും വിവേകത്താലും നിറച്ച് തൻ്റെ തേജസ്സും ബഹുമാനവും അണിയിച്ചൊരുക്കുന്നതിനെക്കുറിച്ചുമാണല്ലോ നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. തൻ്റെ കൈകളുടെ പ്രവൃത്തികൾക്ക് മനുഷ്യനെ അധിപതിയാക്കുക, സകലത്തെയും അവൻ്റെ കാൽക്കീഴാക്കുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ഉദ്ദേശം. എപ്രകാരമാണ് മനുഷ്യന് ഇത് പ്രാപ്യമാകുന്നതെന്നും എങ്ങനെയാണ് ഇത് മനുഷ്യരിലേക്ക് ദൈവം പകരുന്നത് എന്നുമാണ് ഇന്ന് നമ്മൾ കേൾക്കുവാൻ പോകുന്നത്. സദൃശവാക്യങ്ങളുടെ വായന നിങ്ങൾ ആരംഭിച്ചു എന്ന് വിശ്വസിക്കട്ടെ. സദൃശവാക്യങ്ങൾ 2-ാം അധ്യായം. ആ നാട്ടിലെല്ലാവരും അറിയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാകുന്നു ജയൻ. വളരെ ഉയർന്ന പദവികൾ ഉള്ളപ്പോൾ തന്നെ ആരെ കണ്ടാലും ഒരു പുഞ്ചിരിയോടെ അടുത്ത് ചെന്ന് കുശലാന്വേഷണം നടത്തും, ആളുകളെ പ്രോത്സാഹിപ്പിക്കും. സംതൃപ്തിയും സന്തോഷവും ജയൻ്റെ മുഖത്ത് തളം കെട്ടി എപ്പോഴും നിന്നിരുന്നു. അവൻ്റെ സന്തോഷം അഭിനയമല്ലാതിരുന്നതിനാൽ അവനോട് ഇടപഴകുന്ന സകലർക്കും അവരുടെ സന്തോഷം വർദ്ധിച്ചു വരുന്നതായി അനുഭവപ്പെടാറുണ്ട്. ആളുകൾ ചോദിച്ചേക്കാം, ജയൻ സങ്കടപ്പെടാൻ എന്തിരിക്കുന്നു? അവനെ അറിയാവുന്നവർ ഈ ചോദ്യം ചോദിച്ചാൽ അത്ഭുതപ്പെടാനില്ല. കാരണം നല്ല ഒന്നാന്തരം കുടുംബം, സ്നേഹവതിയായ ഭാര്യ, പ്രൊഫഷണൽ കോഴ്സുകൾക്ക് പഠിക്കുന്ന 2 സമർത്ഥരായ കുട്ടികൾ, പട്ടണത്തിൻ്റെ പ്രധാന ഭാഗത്ത് വിശാലവും മനോഹരവുമായ ഒരു വീട്, അതിലുപരി അവിടുത്തെ ഏറ്റവും നല്ല സഭയിലെ പ്രധാനികളിൽ ഒരുവനാണ് ജയൻ. ഒരു വിദേശ കമ്പനിയുടെ വൈസ് പ്രസിഡൻ്റായി നമ്മുടെ രാജ്യത്ത് ജോലി ചെയ്യുന്ന ജയൻ 7 അക്ക സംഖ്യ ശമ്പളമായി വാങ്ങുന്ന ജോലിയിലാണ്. എന്നാൽ ഒരു ദിവസം ജയൻ്റെ കമ്പനിയുടെ പ്രസിഡൻറ്റ് ജയനെ കാണണമെന്ന് പറഞ്ഞു. അവർ അന്യോന്യം വീഡിയോ കോളിൽ സംസാരിച്ചു. എന്തോ പന്തികേടുണ്ട് എന്ന് ജയന് തോന്നി. ചുരുക്കി പറഞ്ഞാൽ ആ കൂടിക്കാഴ്ചയുടെ അവസാനം ജയൻ ആ കമ്പനിയിൽ നിന്നും പുറത്തായി. ആകെ തകർന്നുപോയ ആ മനുഷ്യൻ വർഷങ്ങൾ അയാൾ ഈ പറഞ്ഞ കമ്പനിക്ക് വേണ്ടിയായിരുന്നു ജീവിച്ചത് തന്നെ. അവൻ സ്വന്തം രാജ്യത്ത് തൻ്റെ കമ്പനി വളർത്തി വലുതാക്കി. ഇപ്പോൾ ഒരു നിമിഷം കൊണ്ട് എല്ലാം പാഴായി. അവൻ കമ്പനിക്ക് പുറത്തായി. സാമ്പത്തികമായി എങ്ങനെങ്കിലും പിടിച്ചു നിൽക്കാം, എന്നാൽ തന്നോട് കാണിച്ചത് അനീതിയല്ലേ എന്ന തോന്നൽ അവനെ ആകെ കുഴക്കി. ചില ആഴ്ചകൾ അവൻ ആകെ തകർന്നിരുന്നു. ഊണിലും ഉറക്കത്തിലും തൻ്റെ ചിന്ത കമ്പനി ഉടമകൾ തന്നോട് കാണിച്ച അനീതി മാത്രമായിരുന്നു. വീടിന് പുറത്തിറങ്ങാതെ അവൻ ദിവസങ്ങൾ തള്ളി നീക്കി. ഭാര്യയോട് കാര്യങ്ങൾ പറഞ്ഞു, എന്നാൽ അവരുടെ ആശ്വസിപ്പിക്കൽ കാര്യമായ ഫലം കണ്ടില്ല. കയ്പും നീരസവും കൊണ്ട് ഹൃദയം നിറഞ്ഞ ചില സന്ദർഭങ്ങളിലെങ്കിലും ആത്മഹത്യയെക്കുറിച്ച് പോലും ജയൻ ചിന്തിച്ചു പോയി. 2 ആഴ്ചയായി പള്ളിയിൽ പോയിട്ട് അവൻ്റെ ആത്മധൈര്യം അവൻ്റെ മോഹഭംഗത്തിന് വഴിമാറി എന്ന് തോന്നുന്നു. എല്ലാവരോടും സൗഹാർദ്ദമായി പെരുമാറിയിരുന്നതും മാറി സദാ കോപിഷ്ഠനായി കാണപ്പെട്ടു. മക്കൾ ഫോൺ വിളിച്ചാൽ അത് എടുക്കുവാൻ മനസ്സില്ലാതെ അവൻ മാറി നിന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം തൻ്റെ ജീവിതത്തിൻ്റെ ആസ്തി എന്തെല്ലാം എന്നൊന്ന് ചിന്തിക്കുവാൻ ജയൻ ആരംഭിച്ചു. തൻ്റെ ജീവിതത്തിൻ്റെ ആദ്യം തൻ്റെ ഭാര്യയെക്കുറിച്ച് ചിന്തിച്ചു, പിന്നെ സൽസ്വഭാവികളും സമർത്ഥരുമായ മക്കളെക്കുറിച്ച് ചിന്തിച്ചു, സ്നേഹനിധികളായ തൻ്റെ മാതാപിതാക്കളെക്കുറിച്ച് ചിന്തിച്ചു,
തൻ്റെ നന്മ മാത്രം ആഗ്രഹിക്കുന്ന സഹോദരങ്ങളെക്കുറിച്ച് ചിന്തിച്ചു. തൻ്റെ സഭയിലെ സ്നേഹിതരെക്കുറിച്ച് അവൻ ചിന്തിച്ചു. സമൂഹത്തിൽ തനിക്കിപ്പോഴുമുള്ള അംഗീകാരത്തെക്കുറിച്ച് അവൻ ഓർത്തു. ഒരേ ഒരു പ്രശ്നം, തന്നോട് അനീതി കാണിച്ചവരോടുള്ള ദേഷ്യവും നീരസവും ഹൃദയത്തിൽ തിങ്ങിയിരുന്നതിനാൽ യഥാർത്ഥ ആസ്തി കാണുവാൻ കഴിയാതെ പോയതായിരുന്നു എന്ന് ജയൻ മനസ്സിലാക്കി. തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച അന്യായത്തെ ഓർത്ത് സമയം കളയാതെ തനിക്കുള്ള വലിയ വലിയ ആസ്തികളെ വിലയിരുത്തുവാൻ ആരംഭിച്ചപ്പോൾ ജയൻ്റെ ജീവിതത്തിലെല്ലാം മാറി മറിയുന്നതായി തോന്നി. തൻ്റെ ഉള്ളിലെ പോരാട്ടത്തെ സ്വന്തം വികാരങ്ങൾ കൊണ്ടും വിചാരങ്ങൾ കൊണ്ടും കൈകാര്യം ചെയ്യുന്ന മണ്ടത്തരം നിർത്തിയിട്ട് യാഥാർത്ഥ്യത്തിലേക്ക് അവൻ തിരിഞ്ഞപ്പോൾ ജീവിതം സുന്ദരമായി തോന്നി. ജീവിക്കുവാൻ തന്നെ കൊതി ഏറി. ഫലപ്രദമായി ജീവിക്കുവാൻ ആരംഭിച്ചു. ജയൻ്റെ സാഹചര്യമൊന്നും മാറിയിട്ടില്ല. എന്നാൽ തൻ്റെ മണ്ടത്തരത്തിന് അറുതി വരുത്തി ജ്ഞാനത്തോടെ ചിന്തിക്കുവാൻ തുടങ്ങിയപ്പോൾ ജീവിതം പച്ചപിടിക്കുവാൻ ആരംഭിച്ചു. നമുക്കെല്ലാം ആവശ്യം ജ്ഞാനത്തോടെ ഏത് സാഹചര്യത്തെയും നേരിടുവാൻ സാധിക്കുന്ന ഒരു മനോഭാവമാകുന്നു. ജ്ഞാനത്തിൻ്റെ ഉറവിടത്തെക്കുറിച്ചാണ് സദൃശവാക്യങ്ങൾ 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ആദ്യം നാം കാണുന്നത്. വളരെ ശ്രദ്ധിച്ചു പഠിക്കേണ്ട ഒരു ഭാഗം. സദൃശവാക്യങ്ങൾ 2-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 2 വാക്യങ്ങൾ ഞാനിന്ന് വായിക്കാം. മകനെ, ജ്ഞാനത്തിന് ചെവി കൊടുക്കുകയും ബോധത്തിന് നിൻ്റെ ഹൃദയം ചായ്ക്കുകയും ചെയ്യേണ്ടതിന് എൻ്റെ വചനങ്ങളെ കൈക്കൊണ്ട് എൻ്റെ കൽപ്പനകളെ നിൻ്റെ ഉള്ളിൽ സംഗ്രഹിച്ചാൽ. അതെ, മകനെ എന്നുള്ള സംബോധന കേൾക്കുമ്പോൾ തന്നെ അറിയാം ഈ ഉപദേശം ഒരു യൗവനക്കാരന് നൽകിയിരിക്കുന്നതാകുന്നു എന്നില്ലേ. അവൻ ഒരു ചെറിയ കുട്ടിയായി വീട്ടിൽ ആരംഭിച്ചതാണ്. ഇപ്പോൾ അവൻ വെളിയിൽ പോയി ജീവിതത്തെ അഭിമുഖീകരിക്കുവാൻ തക്കവണ്ണം വളർന്നിരിക്കുന്നു. ഈ ഉപദേശം അവന് നൽകുന്നത് ആരോ ജ്ഞാനിയായ വ്യക്തിയാകുന്നു എന്നത് നമുക്ക് മനസ്സിലാകും. ഒരുപക്ഷെ ഇത് സ്കൂളിൽ അവൻ്റെ ആദ്യ പാഠമായിരിക്കും. നിർഭാഗ്യവശാൽ ഇന്നത്തെ നമ്മുടെ സ്കൂളുകളിൽ അവനത് പഠിക്കുവാൻ സാധിച്ചു എന്ന് വരില്ല. ഞാൻ സ്കൂളുകളെ കുറ്റം പറയുകയല്ല, പഠന രീതികൾ. ജ്ഞാനം പ്രാപിക്കുവാൻ ആർക്കാണ് ആഗ്രഹം? ജ്ഞാനത്തിന് ചെവി കൊടുക്കുകയും എന്നിവിടെ നാം വായിച്ചല്ലോ. ദൈവത്തിൻ്റെ വാക്കുകൾക്ക് നാം ചെവി കൊടുത്തേ മതിയാകൂ. അവിടുത്തെ കൽപ്പനകൾ ഹൃദയത്തിൽ മറച്ചു വെച്ചേ മതിയാകൂ. ഹൃദയത്തിൽ നാം അവ ശേഖരിക്കണം. താങ്കളുടെ വിലപിടിപ്പുള്ള വസ്തുക്കളുടെ കൂടെ അവയെ കൂടി സൂക്ഷിച്ചു വെക്കുക. തൻ്റെ പണപ്പെട്ടി തുറന്ന് എന്നും എണ്ണുന്ന ഒരു മനുഷ്യനെ എനിക്കറിയാം. പണമെണ്ണുന്ന. താൻ അവിടെ ശേഖരിച്ചു വെച്ചിരിക്കുന്നത് എണ്ണുവാൻ അവന് പ്രത്യേകം രസമാണ്. തൻ്റെ സമ്പാദ്യം ഇരിക്കുന്നിടത്തേക്ക് പോകുവാൻ അവന് താല്പര്യമാണ്. തൻ്റെ സ്വത്ത് കാണുന്നതും അത് തൊട്ടു നോക്കുന്നതുമൊക്കെ അയാൾക്കിഷ്ടമാണ്. ഓരോ മനുഷ്യൻ്റെയും മനോഭാവം ഇതുതന്നെയാണ്. നാം വായിച്ചു, ചെവി കൊടുക്കുകയും നിൻ്റെ ഹൃദയം തുറന്നു വയ്ക്കുകയും എന്ന്. ചെവി എന്ന വാതിലിലൂടെ തലയിലേക്ക് ചിലതൊക്കെ പ്രവേശിക്കണം. എന്നാൽ അതിൻ്റെ ലക്ഷ്യം ഹൃദയമായിരിക്കേണ്ടതാണ്. ദൈവവചനം ഹൃദയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആയത് അറിവ് നൽകിത്തരുന്നു. തൻ്റെ ആഹ്വാനം ഇപ്പോഴും തീർന്നില്ല. അവൻ നിർബന്ധിക്കുകയാണ്. 3-ാം വാക്യം, നീ ബോധത്തിനായി വിളിച്ച് വിവേകത്തിനായി ശബ്ദമുയർത്തുന്നു എങ്കിൽ. അപ്പോസ്തലനായ പത്രോസ് ഇതേക്കുറിച്ച് പറഞ്ഞത് ഇപ്രകാരമാണ്: ഇപ്പോൾ ജനിച്ച ശിശുക്കളെപ്പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പീൻ എന്ന്. പത്രോസിൻ്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യമാണല്ലോ ഞാൻ വായിച്ചത്. ഒരു കൊച്ചു കുട്ടിക്ക് പാൽ കൊടുക്കുവാനായി, അതും ഇപ്പോൾ ജനിച്ച ശിശുക്കൾ, അതിന് പാൽ കൊടുക്കുവാനായി അതിൻ്റെ അമ്മ അതിനെ എടുക്കുമ്പോൾ അതിൻ്റെ പ്രതികരണങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവൻ അല്ലെങ്കിൽ അവൾ കയ്യും കാലും ഇട്ടടിച്ച് പ്രതീക്ഷയോടെ കിടക്കുന്നു. എത്ര അധികം പരവേശം പിടിച്ചാണ് ആ കുഞ്ഞ് അതിനുവേണ്ടി ആഗ്രഹിക്കുന്നത്. ആ കുപ്പിയിലുള്ള പാലിനായി ആ കുഞ്ഞ് അമിതമായി ആഗ്രഹിക്കുന്നു. ദൈവവചനമാകുന്ന പാലിന് വേണ്ടി ഒരു ദൈവ പൈതലും ഈ പറഞ്ഞതുപോലെ കൊതിക്കേണ്ടതുണ്ട്, വാഞ്ചിക്കേണ്ടതുണ്ട്. ഇന്ന് ഇത് അനേക സ്ഥലങ്ങളിൽ കാണുന്നു എന്നതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവവചനം ശരിയായി പഠിപ്പിക്കുന്ന ഇടങ്ങളിൽ ജനങ്ങൾ ഓടിക്കൂടുന്നുണ്ട്.
പല സ്ഥലങ്ങളിലും ഞാൻ ചെല്ലുമ്പോൾ യുവജനങ്ങൾ എഴുതുവാനുള്ള ബുക്കുമായി വന്നിരുന്ന് നോട്ട് എഴുതിയെടുത്ത് ബൈബിൾ പഠിക്കുന്നതായി കാണാറുണ്ട്. ഇന്ന് അമ്മൂമ്മ കഥകളെക്കാളും തത്വശാസ്ത്രത്തെക്കാളും മനുഷ്യർക്കിഷ്ടം ദൈവവചനം കലർപ്പില്ലാതെ പഠിപ്പിക്കുന്നതാണ്. ദൈവവചനത്തിനായുള്ള വാഞ്ച, ആ കൊതി ഒരു വ്യക്തിയുടെ ആത്മിക വളർച്ചയുടെ ലക്ഷണമാണ്. ഇവിടെ പറയുന്നു, നീ ബോധത്തിനായി അഥവാ അറിവിനായി നിലവിളിച്ചു. മറക്കരുത്, യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു. പിന്നെ വിവേകത്തിനായി ശബ്ദമുയർത്തുന്നു എന്ന് നാം വായിക്കുന്നു. തങ്ങളുടെ കാര്യം സാധിക്കുവാൻ ആഗ്രഹിക്കുന്നവർ സാധാരണ ശബ്ദം ഉയർത്തി സംസാരിക്കുന്നതായി കാണാറുണ്ടല്ലേ. വിദ്യാർത്ഥികൾ സമരം ചെയ്യുമ്പോൾ അവരുടെ ശബ്ദം ഉയർത്തുക പതിവാണ് അല്ലേ. ഏതെങ്കിലും ഒരു പ്രത്യേക യൂണിയൻ ശബ്ദമുയർത്തി സമരം ചെയ്യുന്നത് കേട്ടിട്ടില്ലേ. വിവേകത്തിനായി ശബ്ദമുയർത്തുന്നത് കാണുവാൻ ഞാനും ആഗ്രഹിക്കുന്നു. ഇത് യൗവനക്കാരനായ മകന് നൽകുന്ന ഉപദേശമാകുന്നു എന്നോർക്കണം. വിവേകത്തിനായി നീ നിൻ്റെ ശബ്ദമുയർത്തുക. ഇനി 4-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അതിനെ വെള്ളിയെപ്പോലെ അന്വേഷിച്ച് നിക്ഷേപങ്ങളെപ്പോലെ തിരയുന്നുവെങ്കിൽ. വെള്ളിയും സ്വർണവുമൊക്കെ വഴിയെ നടന്ന് പറക്കുവാൻ കിട്ടുന്നതല്ല, അത് ഖനനം ചെയ്യേണ്ടതുണ്ട്. എത്രമാത്രം ത്യാഗം ചെയ്താലാണ് അത് കിട്ടുന്നത്. ഖനിയിലിറങ്ങി ജീവൻ പണയം വെച്ച് അത് ശേഖരിക്കുന്നത് ചെറിയ കാര്യമല്ല. അതുപോലെ വേണം നാം ജ്ഞാനത്തിനായി ശ്രമിക്കേണ്ടത്. ദൈവവചനത്തിൻ്റെ അറിവ്, അതിനെ വെള്ളിയെപ്പോലെ അന്വേഷിക്കുക. താങ്കൾ ഖനനം ചെയ്യുവാൻ തുടങ്ങുന്നത് പോലെ, വളരെ വിലപ്പെട്ട ചിലതിനായി പരിശ്രമിക്കുന്നത് പോലെ അത് അന്വേഷിക്കുക. 5-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, നീ യഹോവ ഭക്തി ഗ്രഹിക്കുകയും ദൈവപരിജ്ഞാനം കണ്ടെത്തുകയും ചെയ്യും. കുടുംബ പ്രാർത്ഥനയ്ക്ക് വായിച്ചു വിടുന്നതിനേക്കാൾ കൂടുതലാണ് ഈ പറഞ്ഞത്. തുറക്കുമ്പോൾ ആദ്യം കിട്ടുന്ന ഭാഗം വായിച്ച് തൃപ്തി അടയുന്നതല്ലിത്. വേറെ പലരും തങ്ങളുടെ ധ്യാന സമയത്തിനായി ഏതെങ്കിലും ഒരു ചെറിയ പുസ്തകത്തെ ആശ്രയിക്കുന്നതായി കാണാവുന്നതാണ്. ഇന്ന് പിന്നെ ഓൺലൈനിൽ ഇതൊക്കെ കിട്ടുന്നത് കൊണ്ട് പലരും അതിലാണ് ആശ്രയിക്കുന്നത്. തെറ്റാണെന്നല്ല പറഞ്ഞത്, പുസ്തകം മോശമാണെന്നല്ല പറഞ്ഞത്. അതിൽ പറഞ്ഞിരിക്കുന്ന ഏതാനും വരികൾ വായിച്ച് തൃപ്തി അടയുന്നതാണ് തെറ്റ്. ഇന്ന് അതുപോലെയുള്ള അനേകം പുസ്തകങ്ങൾ ലഭ്യമാണ്. ഇന്ന് എല്ലാവർക്കും ധൃതിയാണല്ലോ. അതുകൊണ്ട് തന്നെ സമയം ചെലവഴിച്ച് ദൈവവചനം പഠിക്കുവാൻ കഴിയുന്നില്ല. വർഷങ്ങളായി ഏതെങ്കിലും പ്രതിദിന ധ്യാന പുസ്തകം വായിക്കുന്ന പല കുടുംബങ്ങളെയും എനിക്കറിയാം. അവർ ചെയ്യുന്ന നല്ല കാര്യമാണ്. ഇപ്പോഴും വചനത്തെക്കുറിച്ചുള്ള അവരുടെ അറിവ് വളരെ പരിമിതമാണ് എന്ന് പറയാനാണ് ഞാനത് ഓർപ്പിച്ചത്. വാസ്തവത്തിൽ ഒന്നുമില്ല. ഒരു ചടങ്ങ് നിർവഹിക്കുന്നതിൽ കൂടുതലായി അവർ യാതൊന്നും ചെയ്യുന്നില്ല എന്നതാണ് അതിൻ്റെ കാരണം. അല്പം ഭക്തിപൂർവമായ ഒരു മനോഭാവത്തിലായിരുന്നിട്ട് ബൈബിളിൽ നിന്നും ഏതെങ്കിലും ഭാഗം വായിച്ചെന്നാൽ മാത്രം താങ്കൾക്ക് ബൈബിൾ പഠിക്കുവാൻ കഴിയുകയില്ല സുഹൃത്തേ. ഒരു ഗുളിക പോലെ വിഴുങ്ങുവാൻ കഴിയുന്നതല്ല ഇത്. അത് കിട്ടുവാനുള്ള മാർഗം അത് തുറന്നു വയ്ക്കുകയും അതിന് ചെവി കൊടുക്കുകയും അതിലേക്ക് ഹൃദയം ചായ്ക്കുകയും അതിനായി നിലവിളിക്കുകയും ശബ്ദമുയർത്തുകയും വെള്ളിയെപ്പോലെ അന്വേഷിക്കുകയും നിക്ഷേപങ്ങളെപ്പോലെ തിരയുകയുമാണ്. ഈ പറഞ്ഞതുപോലൊക്കെ ചെയ്യുമെങ്കിൽ നിങ്ങൾ വല്ലതുമൊക്കെ പഠിച്ചു എന്ന് വന്നേക്കാം. അപ്പോൾ നിങ്ങൾ യഹോവ ഭക്തി ഗ്രഹിക്കുകയും ദൈവപരിജ്ഞാനം കണ്ടെത്തുകയും ചെയ്യും. ഒന്നാമത് ദൈവവചനത്തോടുള്ള അമിതമായ വാഞ്ച. രണ്ടാമത് അതിനുവേണ്ടി ഏത് ത്യാഗവും ചെയ്യുവാനുള്ള മനസ്സ്. അങ്ങനെ പഠിച്ചവർ മാത്രമേ ഇത് ഗ്രഹിച്ചിട്ടുള്ളൂ. മറ്റൊന്നും ഇതിന് പകരമാവുകയില്ല. ഉപവാസ പ്രാർത്ഥനയോ മുഴുരാത്രി പ്രാർത്ഥനയോ സംഗീത സായാഹ്നമോ പരസ്യയോഗമോ കൺവെൻഷനോ അങ്ങനെ യാതൊന്നും ഇതിന് പകരമാകുകയില്ല. ഈ പറഞ്ഞ പല സ്ഥാനങ്ങളിലും ദൈവവചനത്തെ അവഗണിച്ചിരിക്കുകയാണല്ലോ. ദൈവവചനം ഖനനം ചെയ്ത് ആഴത്തിലേക്ക് ഇറങ്ങണം. ദൈവവചനം പഠിക്കാതെ ആർക്കും ദൈവമക്കളായി വളരുവാൻ കഴിയുകയില്ല എന്ന യാഥാർത്ഥ്യം മറക്കരുത്. നമ്മുടെ നാട്ടിലൊക്കെ ഭക്തിയുള്ള വീടുകളിൽ കുടുംബ പ്രാർത്ഥനയുണ്ട്. കല്യാണം കഴിപ്പിക്കുമ്പോൾ തന്നെ അച്ഛൻ അത് പ്രത്യേകം പറയും. അത് വളരെ നല്ല കാര്യമാണ്. എന്നാൽ അതൊരു ആചാരം എന്നതിൽ കൂടുതൽ അല്ല എങ്കിൽ പിന്നെന്തെടുക്കും? പകുതി ഉറക്കത്തിൽ ഏതെങ്കിലും ഒരു ഭാഗം വായിച്ചെന്നാൽ എന്ത് മനസ്സിലാകുവാനാണ്? ചിലർ കിടക്കയിൽ തന്നെ ഇരുന്ന് ഏതാനും വാക്യങ്ങൾ വായിച്ചിട്ട് ബൈബിൾ തലയണയ്ക്ക് കീഴിൽ വയ്ക്കും.
രാത്രിയിൽ ബൈബിളിലെ അറിവ് അങ്ങനെ തന്നെ തലയണയ്ക്കകത്തുകൂടി തലയിൽ കയറും എന്ന് വിചാരിക്കുന്നത് ശരിയല്ല. ദൈവവചനം അങ്ങനെ പഠിക്കുവാൻ കഴിയുകയില്ല. ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത്, കഷ്ടപ്പെട്ടാൽ മാത്രമേ ദൈവവചനം പഠിക്കുവാൻ കഴിയുകയുള്ളൂ എന്നത്രേ. അതിനുവേണ്ടി സമയമെടുക്കണം. കുറുക്ക് വഴിയിലൂടെ പഠിക്കുവാൻ സാധിക്കില്ല. അങ്ങനെ ശ്രമിച്ചവർ ശരിക്കും പരാജയപ്പെട്ടതായി നമുക്ക് കാണാവുന്നതാണ്. അവർ ഏതോ ദുരുപദേശമൊക്കെ പഠിപ്പിച്ചു വിടുന്നു. 6-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, യഹോവയല്ലോ ജ്ഞാനം നൽകുന്നത്, അവൻ്റെ വായിൽ നിന്ന് പരിജ്ഞാനവും വിവേകവും വരുന്നു. നിങ്ങൾക്ക് ജ്ഞാനം ആവശ്യമെങ്കിൽ ദൈവത്തോട് അത് ആവശ്യപ്പെടുക. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. എന്നാൽ പിന്നെ നാം എങ്ങനെയാകുന്നു അവയെ അറിയുന്നത്? അടുത്ത വാക്യം, നമുക്കോ ദൈവം തൻ്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ആത്മാവ് സകലത്തെയും ദൈവത്തിൻ്റെ ആഴങ്ങളെയും ആരായുന്നു. ദൈവത്തിൻ്റെ ആത്മാവിനാൽ അവ നമുക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. അവിടുന്ന് നമ്മുടെ അധ്യാപകനായി ഇന്നിവിടെയുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവ് ദൈവീക കാര്യങ്ങളെ നമുക്കായി തുറക്കും എന്നുള്ള സത്യം അറിയുന്നത് എത്ര അത്ഭുതകരമായ കാര്യമാണ്. ഇതുകൊണ്ടാണ് ലോകപ്രകാരം വലിയ വിദ്യാഭ്യാസം ഇല്ലെങ്കിലും ദൈവവചനത്തെക്കുറിച്ചുള്ള ആഴമായ അറിവുള്ള അനേകം വിശുദ്ധന്മാരെ നാം പരിചയപ്പെടുന്നത്. അവരുടെ ഇടപെടലൊക്കെ എത്ര അനുഗ്രഹിക്കപ്പെട്ടതാണ്, പ്രോത്സാഹജനകമാണ്. അവരുടെ വേദപുസ്തകം കീറിപ്പറഞ്ഞതായിരിക്കും. അവർക്ക് ഇന്നത്തെ ശാസ്ത്രീയമായ വളർച്ചയെക്കുറിച്ച് വലിയ അറിവൊന്നും ഉണ്ടാകുകയില്ല. എന്നാൽ അവരുടെ അധ്യാപകൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവായിരിക്കുവാൻ അവർ അനുവദിക്കാറുണ്ട്. യഹോവയല്ലോ ജ്ഞാനം നൽകുന്നത്. ദൈവം സംസാരിക്കുന്നത് ഇന്ന് നാം എങ്ങനെയാണ് കേൾക്കുന്നത്? അവൻ്റെ വായിൽ നിന്ന് പരിജ്ഞാനവും വിവേകവും വരുന്നു എന്ന് പറയുമ്പോൾ നാം അത് കേൾക്കുന്നത് എങ്ങനെയാണ്? ബൈബിളാകുന്നു ദൈവത്തിൻ്റെ വചനം. ഈ പുസ്തകത്തിലൂടെ ദൈവം നമ്മോട് സംസാരിക്കുന്നു. 7-ഉം 8-ഉം വാക്യങ്ങൾ, അവൻ നേരുള്ളവർക്ക് രക്ഷ സംഗ്രഹിച്ചു വയ്ക്കുന്നു, നിഷ്കളങ്കമായി നടക്കുന്നവർക്ക് അവൻ ഒരു പരിച തന്നെ. അവൻ ന്യായത്തിൻ്റെ പാതകളെ കാക്കുന്നു, തൻ്റെ വിശുദ്ധന്മാരുടെ വഴിയെ സൂക്ഷിക്കുന്നു. ഇന്ന് പല ദൈവമക്കളും മൂടൽമഞ്ഞിനകത്താണെന്ന് ഞാനങ്ങ് ചിന്തിക്കുകയാണ്. എവിടേക്ക് തിരിയണമെന്ന് അവർ അങ്ങനെ ആശങ്കപ്പെട്ടിരിക്കുന്നു. പ്രശ്നം എന്താകുന്നു എന്നത് വ്യക്തമാണ്. അവർ ദൈവവചനത്തിൽ നിന്നും വളരെ ദൂരത്തിലാണ്. ദൈവം പറയുന്ന കാര്യങ്ങളെ ഈ പുസ്തകം നമുക്ക് പറഞ്ഞു തരുന്നു. മഞ്ഞിനകത്ത് കൂടി പോകുവാനുള്ള വഴി അത് പറഞ്ഞു തരുന്നു. അത് വ്യക്തമല്ലാത്ത വിധത്തിൽ അവൻ പറഞ്ഞു തരില്ല. താങ്കൾ ദൈവവചനത്തിങ്കിലേക്ക് വരേണ്ടതുണ്ട്. അത് ശരിയായ പാത പറഞ്ഞു തരുന്നതാണ്. ഇനിയും 9-ാം വാക്യത്തിൽ നാം കാണുന്നത്, അങ്ങനെ നീ നീതിയും ന്യായവും നേരും സകല സന്മാർഗവും ഗ്രഹിക്കും. ഭരണതലത്തിലിരുന്ന് ദേശത്തെ നയിക്കുന്നവരിൽ അധികവും ദൈവത്താൽ നയിക്കപ്പെടുന്നവരല്ല എന്നത് ഇക്കാലത്ത് നാം കാണുന്ന വളരെ ദുഃഖകരമായൊരു സത്യമാണ്. അവരെ നയിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അവർ ജ്ഞാനത്തിനായി അവൻ്റെ അടുത്തേക്ക് മാത്രം പോയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ദൈവവചനത്തിനനുസരിച്ച് ജീവിക്കുവാൻ തയ്യാറുള്ള ഏതൊരു വ്യക്തിക്കും ദൈവം തൻ്റെ ശക്തി നൽകുന്നു. ദൈവം തന്നെ അങ്ങനെയുള്ളവരെ സംരക്ഷിക്കും. അവരെ അവരുടെ വഴിയിൽ ഭംഗിയായി നടത്തും. ചിലർ എന്നോട് പറയാറുണ്ട്, താങ്കളുടെ കയ്യിൽ സത്യമുണ്ട് എന്ന്. അത് നല്ല അഭിനന്ദനം തന്നെയാണ്. എന്നാൽ യഥാർത്ഥത്തിൽ പ്രധാനപ്പെട്ട സംഗതി അതല്ല. പ്രധാനപ്പെട്ട സംഗതി എന്തെന്നാൽ സത്യം എന്നെ പിടിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. അവ തമ്മിൽ വലിയൊരു വ്യത്യാസമുണ്ട്. വാക്സാമർത്ഥ്യത്തോടെ സംസാരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒത്തിരി അറിയാവുന്നത് കൊണ്ടല്ല. ഇന്ന് നമുക്ക് ആവശ്യം നീതിയും ന്യായവും നേരും സകല മാർഗവും അറിയാവുന്നവരെയാണ്. അതില്ല എങ്കിൽ മറ്റതൊക്കെ വെറുതെയാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇന്ന് വാചാലമായി സംസാരിക്കാവുന്ന അനേകരുണ്ട്. എന്നാൽ വാസ്തവത്തിൽ ദൈവവചനം സംസാരിക്കുവാൻ പഠിപ്പിക്കുവാൻ കഴിയുന്നവരെ ആകുന്നു ഇന്ന് സമൂഹത്തിന് ആവശ്യം. 10 മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്നു. 12 വരെയാണ് ഞാൻ വായിക്കുന്നത്. ജ്ഞാനം നിൻ്റെ ഹൃദയത്തിൽ പ്രവേശിക്കും, പരിജ്ഞാനം നിൻ്റെ മനസ്സിന് ഇമ്പമായിരിക്കും. വകതിരിവ് നിന്നെ കാക്കും, വിവേകം നിന്നെ സൂക്ഷിക്കും. അത് നിന്നെ ദുഷ്ടൻ്റെ വഴിയിൽ നിന്നും വികടം പറയുന്നവരുടെ കൂട്ടത്തിൽ നിന്നും വിടുവിക്കും.
ജ്ഞാനം നിൻ്റെ ഹൃദയത്തിൽ പ്രവേശിക്കുമ്പോൾ പരിജ്ഞാനം നിൻ്റെ മനസ്സിന് ഇമ്പമായിരിക്കും. നിങ്ങൾ പെട്ടെന്ന് വഞ്ചിക്കപ്പെടില്ല. ദൈവവചനത്തോട് പറ്റിയിരുന്നാൽ താങ്കൾ പെട്ടെന്ന് പതറിപ്പോവുകയില്ല. 13 മുതൽ നാം വായിക്കുന്നത്, അവർ ഇരുട്ടുള്ള വഴികളിൽ നടക്കേണ്ടതിന് നേരെയുള്ള പാത വിട്ടുകളയുകയും ദോഷപ്രവൃത്തിയിൽ സന്തോഷിക്കുകയും ദുഷ്ടൻ്റെ വികടങ്ങളിൽ ആനന്ദിക്കുകയും ചെയ്യുന്നു. അവർ വളഞ്ഞ വഴിക്ക് പോകുന്നവരും ചൊവ്വല്ലാത്ത പാതയിൽ നടക്കുന്നവരും ആകുന്നു. ദൈവമേ, ദുഷ്ടൻ്റെ വഴിയിൽ അകപ്പെടാതെ എന്നെ കാക്കണേ എന്നത്രേ എൻ്റെ വ്യക്തിപരമായ പ്രാർത്ഥന. അവരെല്ലാം നമുക്ക് ചുറ്റുമുണ്ട്. ഒരു ദൈവ പൈതലിന് 2 കൂട്ടം ശത്രുക്കളുണ്ട് എന്ന് ഈ സദൃശവാക്യങ്ങളിൽ നാം കാണുവാൻ പോകുകയാണ്. 1 ദുഷ്ടമനുഷ്യർ, 2 പരസ്ത്രീ. യൗവനക്കാരനായ ഈ മകൻ തൻ്റെ ജീവിതത്തിൽ മുൻപോട്ട് പോകുവാൻ ഇറങ്ങുമ്പോൾ അവന് നൽകുന്ന മുന്നറിയിപ്പ് ദുഷ്ട മനുഷ്യനെതിരെയാണ്. അങ്ങനെയുള്ളവരുമായി ചേർന്ന് പോകുന്നത് ഒരു യൗവനക്കാരന് എപ്പോഴും ആപത്താണ്. ഈ കാര്യത്തിൽ ഒരു യുവാവ് പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങളുടെ കൂട്ടുകെട്ട് ശരിയല്ല എങ്കിൽ സകലവും കുഴയും. അനേക യുവജനങ്ങളും നശിച്ചത് തെറ്റായ കൂട്ടുകെട്ടിലാകുന്നു. ആദ്യം രസമായി തോന്നും. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ കുഞ്ഞുങ്ങളോട് എനിക്ക് പറയുവാനുള്ളത്, നിങ്ങളുടെ ജീവിതത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിങ്ങളുടെ കൂട്ടുകെട്ട് ഒരുപക്ഷേ നിങ്ങൾക്ക് വളരെയേറെ പണസഹായമോ അതുപോലെ വിനോദത്തിനുള്ള ഉപാധികളോ തന്ന് സഹായിക്കുന്ന വ്യക്തികളാകാം. എന്നാൽ ശരിയായ കൂട്ടുകാർ അല്ല എങ്കിൽ തീർച്ചയായും അത് നിങ്ങളുടെ ഭാവിയെ മുടിക്കുന്നതാണ്. അതുകൊണ്ട് മാതാപിതാക്കളുടെ ആലോചന പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവരുമായി തുറന്ന് സംസാരിക്കണം. നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ട കൂട്ടുകാരെ അവർ നിങ്ങൾക്ക് കൃത്യമായി പറഞ്ഞു തരും. നിങ്ങൾക്കുള്ള കൂട്ടുകാരെക്കുറിച്ച് നിങ്ങൾ ചെന്ന് മാതാപിതാക്കളോട് തുറന്ന് പറഞ്ഞാൽ മതി. ഇന്ന് അന്യോന്യം തുറന്നു പറയുവാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. തുടർന്ന് യൗവനക്കാരന് മുന്നറിയിപ്പ് നൽകുന്നത് പരസ്ത്രീയെക്കുറിച്ചാണ്, അന്യസ്ത്രീ. ഞാൻ 16 മുതൽ ഈ അധ്യായത്തിൻ്റെ ഒടുവിലത്തെ വാക്യമായ 22-ാം വാക്യം വരെ വായിക്കാം. അത് നിന്നെ പരസ്ത്രീയുടെ കയ്യിൽ നിന്നും, ചക്രവാക്ക് പറയുന്ന അന്യസ്ത്രീയുടെ വശത്തു നിന്നും വിടുവിക്കും. അവൾ തൻ്റെ യൗവന കാന്തനെ ഉപേക്ഷിച്ച് തൻ്റെ ദൈവത്തിൻ്റെ നിയമം മറന്നു കളഞ്ഞിരിക്കുന്നു. അവളുടെ വീട് മരണത്തിലേക്കും അവളുടെ പാതകൾ പ്രേതന്മാരുടെ അടുക്കലേക്കും ചാഞ്ഞിരിക്കുന്നു. അവരുടെ അടുക്കൽ ചെല്ലുന്ന ഒരുത്തനും മടങ്ങി വരുന്നില്ല, ജീവൻ്റെ പാതകളെ പ്രാപിക്കുന്നതുമില്ല. അതുകൊണ്ട് നീ സജ്ജനത്തിൻ്റെ വഴിയിൽ നടന്ന് നീതിമാന്മാരുടെ പാതകളെ പ്രമാണിച്ചു കൊള്ളുക. നേരുള്ളവർ ദേശത്ത് വസിക്കും, നിഷ്കളങ്കന്മാർ അതിൽ ശേഷിച്ചിരിക്കും. എന്നാൽ ദുഷ്ടന്മാർ ദേശത്ത് നിന്ന് ഛേദിക്കപ്പെടും, ദ്രോഹികൾ അതിൽ നിന്ന് നിർമൂലമാകും. ആരാണ് ഈ പരസ്ത്രീ? യാതൊരു ഇസ്രായേല്യ സ്ത്രീയും വേശ്യാവൃത്തിയിൽ പോകരുതെന്ന് ദൈവം ഒരു നിയമം നൽകിയിരുന്നു. ഏതെങ്കിലും ഇസ്രായേല്യ സ്ത്രീ അങ്ങനെ പോയെന്നാൽ അവളെ ഇസ്രായേലിലെ പാളയത്തിന് വെളിയിലാക്കുകയും പാപികളോടുകൂടി കണക്കാക്കുകയും ചെയ്തിരുന്നു എന്നത് തീർച്ചയാണ്. അന്യസ്ത്രീ എന്നത് ഇസ്രായേൽ മക്കളുടെ ഇടയിൽ വന്ന ജാതികളാണ്. തൻ്റെ കച്ചവടത്തിന് നല്ലൊരു സ്ഥാനമായി അവൾ ഇസ്രായേൽ മക്കളുടെ പാളയം കണ്ടെത്തി. അങ്ങനെ പരസ്ത്രീ എന്നത് ഇസ്രായേലിൽ വേശ്യാവൃത്തി ചെയ്യുവാൻ വന്ന പരദേശിയാണ്. ഇവിടെ യൗവനക്കാരന് അവൾക്കെതിരെ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നതായി നാം കാണുന്നു. അവന് സംഭവിക്കാവുന്നത് എന്താകുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. അവളുടെ അടുക്കൽ ചെല്ലുന്ന ഒരുത്തനും മടങ്ങി വരുന്നില്ല, ജീവൻ്റെ പാതകളെ പ്രാപിക്കുന്നതുമില്ല. അവർ തങ്ങളുടെ ആരോഗ്യത്തെ നശിപ്പിക്കുമെന്ന്. ലൈംഗിക രോഗങ്ങൾക്ക് അടിമപ്പെട്ട് മനുഷ്യൻ അങ്ങനെ നശിക്കുകയാണ്. ഇവിടെ ശലോമോൻ ദുഷ്ടമനുഷ്യനും പരസ്ത്രീക്കും എതിരെ മുന്നറിയിപ്പ് നൽകുന്നു. ഒരു യൗവനക്കാരനെ നിത്യമായി തകർത്ത് കളയുന്നതായിട്ടുള്ള ഈ പ്രത്യേക കെണികൾ മനസ്സിലാക്കി അതിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കണം എന്നത്രേ ശലോമോൻ ഉപദേശിക്കുന്നത്. എത്ര മനോഹരമായിട്ടുള്ള ഉപദേശങ്ങളിൽ ജ്ഞാനം പ്രാപിക്കുവാൻ ദൈവം നൽകിയിരിക്കുന്ന ഈ അതിമഹത്തായ ആലോചനകൾ ജീവിതത്തിൽ നാം പ്രാവർത്തികമാക്കുമ്പോൾ ജീവിതം ഏറ്റവും അനുഗ്രഹിക്കപ്പെടും. നിങ്ങളുടെ ജീവിതം അപ്രകാരം അനുഗ്രഹിക്കപ്പെടുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. അതിനായി നിങ്ങൾ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചാട്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.
ജ്ഞാനം, പരിജ്ഞാനം, വിവേകം, സൂക്ഷ്മബുദ്ധി, വകതിരിവ്, കേട്ടാൽ ഒന്ന് തന്നെയെന്ന് തോന്നുന്ന വാക്കുകളാണ് ഇവയെങ്കിലും മനുഷ്യനെ ശ്രേഷ്ഠനാക്കുന്ന സൂക്ഷ്മമായ ഗുണഗണങ്ങളാണ് ഇവയൊക്കെ എന്നാണ് നമ്മൾ പഠിച്ചത്. ഇവയൊക്കെ ജീവിതത്തിൽ സ്വായത്തമാക്കുവാൻ നമ്മൾ ഉപേക്ഷിക്കേണ്ട അഥവാ ഒഴിഞ്ഞിരിക്കേണ്ട വിഷയങ്ങളെക്കുറിച്ചും ഇന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയുണ്ടായി. നമ്മെ ശ്രേഷ്ഠരായി കാണുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. നമുക്ക് ദൈവത്തെ ഭയപ്പെടാം, അവിടുത്തെ വാക്കുകൾക്ക് ചെവി കൊടുക്കാം. ദൈവം നമ്മെ സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ.